ഞാനൊരു കാർട്ടൂൺ കാണിക്കാം. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കാർട്ടൂണാണ്. ഇതിൽ കാണിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത നമ്മുടെ ഗുസ്തി താരം വിനേഷ് ഫോഗോട്ട് ഒരു വെയിങ് മെഷീനിൽ കയറി നിൽക്കുകയാണ് തൂക്കം നോക്കാൻ. അവരുടെ പിറകിൽ നിന്ന് നരേന്ദ്രമോദി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ജാക്കറ്റ് ധരിച്ച ഒരാൾ കാല് വെക്കുന്നു. അങ്ങനെ വെയിങ് മെഷീനിൽ ചുവപ്പലേറ്റ് കത്തുന്നു, അയോഗ്യത നേടുന്നു. സിമ്പിളാണ്. വിനേഷ് ഫെഗോട്ട് പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം കാറ്റഗറിയിലുള്ള ഗുസ്തി മത്സരത്തിൽ നിന്ന് പുറത്തായത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ താൽപ്പര്യപ്രകാരമാണ് എന്നാണ് ഈ കാർട്ടൂൺ പറഞ്ഞു വെക്കുന്നത്. അതുതന്നെ ഇന്നലെ പ്രതിപക്ഷം പാർലമെൻറ്റിലും പറയുകയുണ്ടായി. അപ്പോൾ ഒരു ഗുസ്തി താരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ അവർ വിജയിക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് താല്പര്യമുണ്ട് എന്ന തരത്തിലാണ് പ്രചാരണം. ഇപ്പം ഞാനിപ്പോൾ ഇവരുടെ ചരിത്രമൊക്കെ നോക്കിയിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിലും വിനേഷ് ഫെഗോട്ട് ഇതുപോലെ പുറത്തായി, ഓവർ വെയ്റ്റ് കാരണം. ഇവർക്ക് 57 കിലോഗ്രാമാണ് ഇവരുടെ സ്വാഭാവിക ഭാരം. ഇവർ പക്ഷേ മത്സരിച്ചത് 53 കിലോഗ്രാം കാറ്റഗറിയിലേക്ക്, 53 കിലോഗ്രാം വരെ വെയ്റ്റുള്ള കാറ്റഗറിയിൽ ഗുസ്തിയിൽ പങ്കെടുക്കാൻ വേണ്ടി മത്സരിച്ചു. അവിടെ അയോഗ്യയായി. ഉടനെ 50 കിലോ കാറ്റഗറിയിലേക്ക് വന്നു. അങ്ങനെ 50 കിലോ മത്സരത്തിലേക്ക് വരാൻ തീരുമാനിക്കുമ്പോൾ ഇവരുടെ ഭാരം 52 കിലോയാണ്. എക്സർസൈസ് ചെയ്ത് ഭക്ഷണം കുറച്ച് ഒക്കെ ഭാരം കുറച്ച് 50 കിലോ ആക്കാൻ ശ്രമിച്ചു. അങ്ങനെ മത്സരത്തിൻ്റെ തലേന്ന് നോക്കുമ്പോൾ ഇവർക്ക് 1.9 ഗ്രാം ഭാരം കൂടുതലുണ്ട്. അത് ചൂട് മുറിയിൽ AC ഇല്ലാതെ ഉറങ്ങി, സൈക്കിൾ ചവിട്ടി, എക്സർസൈസ് ചെയ്ത് ഉറങ്ങാതെ, ജലപാനമില്ലാതെ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും 100 ഗ്രാം ഭാരം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് പുറത്തായത്. ഇപ്പോൾ ഇങ്ങനെ ഈ അമിതമായി ഭാരം കുറയ്ക്കാൻ, വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഇവർക്ക് ബോധക്ഷയമൊക്കെ ഉണ്ടായി, ജീവാപായം ഉണ്ടാകുന്ന ഘട്ടം വരെ എത്തി. ഇതാണ് സംഭവിച്ചത്. ഇതിന് നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കോച്ചാണ് ശരിക്കും ഇവരുടെ വെയിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, പരിശീലനം ഒക്കെ തീരുമാനിക്കേണ്ടത്. ഇവരുടെ കോച്ചിനെ സെലക്ട് ചെയ്തത് ഇവർ തന്നെയാണ്. ഇന്ന ആൾ കോച്ച് വേണമെന്ന് പറഞ്ഞു. വിദേശത്തൊരു കോച്ചിനെ അവർ നിർദ്ദേശിച്ച ആളെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് കോച്ചായിട്ട് അനുവദിച്ചു. ഇതുവരെ ഏതാണ്ട് 70 ലക്ഷം രൂപ ഇവരുടെ പരിശീലനത്തിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചിലവാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ, നമ്മുടെ പണം കൊണ്ടാണ് ഈ കായിക താരം പരിശീലിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇവർ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ പഴി മുഴുവൻ, പരാജയപ്പെടുകയല്ല, പങ്കെടുക്കാൻ കഴിയാതെ അയോഗ്യയായപ്പോൾ അതിൻ്റെ പഴി മുഴുവൻ നരേന്ദ്രമോദിയുടെ മേൽ ആക്ഷേപിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. യഥാർത്ഥത്തിൽ വ്യക്തിപരമായി നമ്മുടെ പണം കൊണ്ട് പരിശീലനം നേടിയ ഒരു കായിക താരം വരുത്തിയ അക്ഷന്തവ്യമായ വീഴ്ച കൊണ്ട് രാജ്യം അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷം അതിനും മോദിയുടെ രക്തം ആവശ്യപ്പെടുന്നു. ഇത് വളരെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും. അത് രണ്ട് കൂട്ടരും പല ഘട്ടങ്ങളിലും, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും, പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് അങ്ങനെ അല്ലാതാക്കി മാറ്റാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് വളരെ സർഗാത്മകമായിട്ട് ഈ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ഒരു മനുഷ്യനെ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ വിഷയം വിനേഷ് ഫോഗട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന കഥാപാത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും പൊതുവെ ഇന്ത്യക്കാരും കണക്കാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ കണ്ണ് വന്ന് വീണാൽ അത് അപകടകരമായിത്തീരും. കാരണം നമുക്കൊരു മെഡൽ കിട്ടും എന്നുള്ള വൻ പ്രതീക്ഷ, നമ്മുടെ ചരിത്രം തിരുത്തി കുറിക്കും എന്ന് പറയുന്ന വൻ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയത്. അത് ഇന്ത്യയുടെ ഒരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും അല്ലെങ്കിൽ 140 കോടി ജനങ്ങളുടെയും ഒരു നഷ്ടമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഈ കാര്യത്തിൽ കാണുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ബാക്കിയെല്ലാം അതിനോട് ചേർത്ത് വെക്കപ്പെടുന്നതായിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ നിറം മാത്രമാണ്. അത് തിരിച്ചറിയാനായിട്ടാണ് സമൂഹത്തിന് കഴിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിന്ന് തന്നെ സമ്പൂർണ്ണമായിട്ട് നോക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ബ്രിജ്ഭൂഷൻ്റെ പ്രശ്നങ്ങൾ വന്നല്ലോ. അതാണ് എല്ലാവർക്കും അറിയാം. ഗുസ്തി താരങ്ങളുടെ സമരമൊക്കെ നമ്മൾ ഓർക്കുന്നത്, അതും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിനേഷ് ഫോഗോട്ട് തൻ്റെ മെഡലുകൾ തിരിച്ചു കൊടുത്തിരുന്നു. അത് പ്രതിഷേധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ആ കാര്യത്തിൽ വിനേഷ് ഫോഗോട്ട് ചെയ്തത് നല്ലത് തന്നെയാണ് എന്ന് കണക്കാക്കുന്ന ഒരാളാണ്. കാരണം അതൊരു പോരാട്ടത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ബ്രിജ്ഭൂഷൺ യഥാർത്ഥത്തിൽ ഈ ഇവരൊക്കെ പീഡിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലക്കോ അദ്ദേഹത്തിൻ്റെ സംഘം അതാരായിക്കൊള്ളട്ടെ അവരൊക്കെ ഈ ഗുസ്തി താരങ്ങൾ
വല്ലാത്ത രീതിയിൽ മോശമായിട്ട് പെരുമാറിയവരാണെന്ന് കണക്കാക്കപ്പെടുന്ന സമയത്ത് അത് ഏതാണ്ട് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയ സമയത്ത് ഗവൺമെൻറ് അവരെ സഹായിച്ചു എന്ന ഒരു ധാരണയുടെ പുറത്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമായി തീർന്നത്. അതിൽ ഗവൺമെൻറ് സഹായിച്ചോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. BJP സഹായിച്ചോ എന്നുള്ളതും രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വേണം എന്ന അഭിപ്രായക്കാരല്ല. അല്ല, നമ്മൾ ഈ ഗുസ്തി താരങ്ങളുടെ സമരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും പെട്ടെന്ന് ആലോചിക്കുന്ന അതല്ല, 2016 ഇതേപോലെ റിയോ ഒളിമ്പിക്സിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി പങ്കെടുത്ത ഈ താരം ഇതേപോലെ ഓവർ വെയിറ്റ് അയോഗ്യയായി. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ നമ്മളെ ആകെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? അത് നമ്മൾ ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹരിയാന ഗവൺമെൻറ്, BJP ഭരിക്കുന്ന ഹരിയാന സർക്കാർ, അത് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യം കൂടി ഉണ്ടാവുക. ഏതായാലും വെള്ളി മെഡൽ നേടിയ ഒരു താരത്തിനെ എന്ന പോലെ വിനേഷിനെ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 ഇത് തന്നെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു കായിക താരമെന്ന നിലയിൽ അവർ പുലർത്തേണ്ട പ്രൊഫഷണലിസം അവർക്കില്ലാതെ പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അവരുടെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് ഈ അന്ന് 53 കിലോഗ്രാമിലായിരുന്നു അവർ മത്സരിച്ച. 53 കിലോഗ്രാം മുതൽ 56 വരെ, അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിലും താഴേക്കാണ് വരുന്നത്. ഇപ്പോഴും 53 നോക്കി അവിടെ ക്വാളിഫൈഡ് ആകാത്തതുകൊണ്ടാണ് 50 വീണ്ടും ട്രൈ ചെയ്തത്. അല്ല, 53 അവർ നോക്കിയിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. അല്ല, അവിടെ ക്വാളിഫിക്കേഷൻ അവിടെ തോറ്റുപോയി. അവിടെ വേറെ താരത്തിന് സെലക്ഷൻ കിട്ടില്ലേ? അത് ശരിയാണ്, അതാണ് പ്രശ്നം. അതായത് ഇവർക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നത്, സ്വർണ്ണ മെഡൽ സ്കോപ്പ് എന്ന് പറയുന്നത് 50 കിലോഗ്രാമിലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നടത്തിയ സാങ്കേതികമായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് പരാജയപ്പെട്ടത്. പക്ഷേ അതല്ല ഞാൻ ചോദിച്ചത്, ആ പോയിന്റ് അതല്ല. പക്ഷേ കാരണം 2016 ഈ താരം ഇതേ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അവരിവിടുന്ന് സെലക്ട് ചെയ്യപ്പെടുന്നു, അയോഗ്യയാവുന്നു. അപ്പോൾ ഈ 2 തവണയും പാഴായി പോകുന്ന നമ്മുടെ പൈസയാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് ഞാൻ പറയേണ്ടി വന്നതുകൊണ്ട് പറയുന്നതാണ്. കാരണം അതായത് ഇപ്പോൾ സഞ്ജയ് സിംഗ് അടക്കമുള്ള ബ്രിജ്ഭൂഷൻ്റെ ആളുകളാണ് ഗുസ്തി ഫെഡറേഷൻ്റെ ആളുകൾ. അതുകൊണ്ട് അവർ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വിനോഷ് ഫൊഗോട്ടിനെ തോൽപ്പിച്ചു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണമാണ് പ്രതിപക്ഷം, രാഹുൽ ഗാന്ധിയുടെ സംഘം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2016 മുതൽ ഈ താരം എടുത്തിരിക്കുന്ന ജനങ്ങളോടുള്ള വഞ്ചനാപരമായ നിലപാട് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നില്ല, അത് പറയണ്ടേ? അല്ല, ഞാൻ താരത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് താരത്തെയും എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സർക്കാരുകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റപ്പെടുത്തും. അതിന്റെ 50 കിലോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഞാനാണ് താരമെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് വേണ്ടി എന്നെ സർക്കാർ അയക്കുന്ന അതിനു വേണ്ടിയാണ്, എനിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ അതില്ലാതെ ഞാൻ ചിക്കനും മട്ടനും അടിച്ച് 55 കിലോ ആക്കിയാൽ ആരുടെ ഉത്തരവാദിത്തമാണ്? പിന്നെ അല്ല, താരത്തിൻ്റെ ചുമതലയല്ല. താരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഒരു മോൾഡർ എന്ന നിലയ്ക്ക് വെക്കുന്ന നമ്മുടെ കോച്ച് എന്ന് നമ്മൾ സാധാരണ കോച്ചിനെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, താരം പറയുന്ന കോച്ചിനെയാണ് സർക്കാർ ചെലവിന് കൊടുത്ത് വെച്ചിരിക്കുന്നത്. വിദേശ കോച്ചാണ്. അപ്പോൾ താരത്തെ നോക്കേണ്ടത് കോച്ച്. മാഷ് ഇപ്പോൾ പറയുന്നതനുസരിച്ച് എൻ്റെ വെയിറ്റ് കൂടരുതെന്ന് കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഞാൻ തീരുമാനിക്കേണ്ട എൻ്റെ ബാധ്യതയല്ല, കോച്ചിൻ്റെയാണ്. കോച്ചും നോക്കുന്നില്ല. അപ്പോൾ കോച്ചും ശിക്ഷയും കൂടെ വെറുതെ പുട്ടടിച്ച് കഴിയുകയാണോ? അല്ല, നമ്മളൊരു 100 ഗ്രാമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫുഡടിച്ച് അവർ വർദ്ധിപ്പിച്ചതാണ് എന്ന് പറയുന്നതിൽ കഥയില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സാധാരണ സംഭാഷണങ്ങളിൽ പറഞ്ഞു വെക്കാവുന്ന കാര്യമാണ്. എന്നല്ലാതെ വളരെ ബോധപൂർവമായിട്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ 50 കിലോഗ്രാമിലേക്ക് അവരെത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു പോയി. 100 ഗ്രാം എന്ന് പറയുന്നത് ഒരു ഞാൻ അങ്ങോട്ട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നത്. കാരണം ആകസ്മികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വളരെ പൊടുന്നന്നെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്. ഇറ്റ്സ് ഓക്കെ. ഒളിമ്പിക്സ് എന്താണെന്നറിയാം, അതിൻ്റെ കാറ്റഗറി എത്രയാണെന്നറിയാം, എൻ്റെ വെയിറ്റ് എത്ര കിലോഗ്രാമിൽ കൂടാൻ പാടില്ല എന്നും അറിയാവുന്ന ഒരു താരം 100 ഗ്രാം അല്ല 10 ഗ്രാം കൂട്ടിയാലും അത് താരത്തിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അവരുടെ ഉത്തരവാദിത്തം അല്ല, സർക്കാരിന് ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സർക്കാരാണോ അവരുടെ ഭക്ഷണം തീരുമാനിക്കുന്നത്? സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല ഒരിക്കലും. അതിന് ഞാൻ സർക്കാരിനെ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്തുകയില്ല. മനസ്സിലായി? സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ അത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന നിലക്ക് ആളുകൾ അവതരിപ്പിക്കുന്നു. അത് പൊളിറ്റിക്സായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം, ഇപ്പോൾ PT ഉഷ തന്നെ ഓടുന്ന സമയത്ത് PT ഉഷയുടെ കോച്ച് എത്ര ശക്തമായിട്ടായിരുന്നു PT ഉഷയെ നിയന്ത്രിക്കുകയും ശരിയാക്കാനായിട്ട് പരിശ്രമിക്കുകയും ശ്രമിച്ചത് നമ്മൾ അവരുടെ അനുഭവങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളായിരുന്നു.
അതേ സമീപനം കോച്ചുകൾക്കുണ്ടായി. കോച്ച് അത്ര കർശനമായിട്ടുള്ള നിലപാടെടുത്താൽ മാത്രമാണ് ഇതിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ശരിക്കും. അതായത് വിനേഷ് ഫോഗട്ടിനെ ഈ പറയുന്ന 50 കിലോഗ്രാമിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അവർ നടത്തിയ പരീക്ഷണങ്ങൾ അത് പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് സാഹസികമായ അപകടകരമായ രീതിയിൽ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു ഒരു ഫോക്കസ് അവിടെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരേ ഒരു സാധ്യത അതിൽ മാത്രമാണ്. ഈ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വിജയിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഒരു സാധ്യതയിലൂടെ മുന്നേറാനായിട്ട് പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്താണ്? അതിനെ അതേപോലെ കാണാനായിട്ട് കഴിയില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ വിനേഷ് ഫോഗട്ട് തന്നെ പറയുന്നു, തങ്ങളുടെ ഒളിമ്പിക് വില്ലേജിൽ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ അവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ രാഷ്ട്രീയം കൊണ്ടുവരികയാണ്. അവർ വന്നെങ്കിൽ എന്താ, വെയിറ്റ് ഇവരുടെ കൂടിയുകൊണ്ടല്ലേ ഇവർ പരാജയപ്പെട്ടത്. അവർ ഇത്തരം രാഷ്ട്രീയ പ്രതിപക്ഷം പാർലമെൻറ്റിൽ പറയുന്ന അവിടെ നിൽക്കട്ടെ, പക്ഷേ തോറ്റ നമ്മുടെ നികുതിപ്പണം കൊണ്ട് പാരീസിൽ പോയി യോഗ്യത നേടി മത്സരിക്കേണ്ടിയിരുന്നവർ സ്വന്തം കയ്യിലെ കുഴപ്പം കൊണ്ട് പരാജയപ്പെട്ട് നിന്നിട്ട് അതിനെ സ്കാൻഡലൈസ് ചെയ്യുമ്പോൾ നമ്മളിത് പറയേണ്ടി വരും. അല്ല, അവരങ്ങനെ അതിനെ സ്കാൻഡലൈസ് ചെയ്യുന്നവരെ അവർ പറഞ്ഞു അവിടെ ചില ആളുകളൊക്കെ ഒളിമ്പിക്സ് വില്ലേജിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ സംശയാസ്പദമാണ് എന്നാണ് അവർ പറയുന്നത്. അവർ അതുകൊണ്ട് മാത്രമാണ് അവരെ പരാജയത്തിന്റെ ഫസ്റ്റ് റിയാക്ഷൻ നോക്കുന്ന സമയത്ത് അത് ഒട്ടും ലേറ്റസ്റ്റ് വന്നു. അതെ, ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതിനിടയിൽ വളരെ സ്വാഭാവികമായിരുന്നു. ആരെയും അവർ കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന ഇത് പതുക്കെ പൊളിറ്റീഷ്യനൊക്കെ കരിച്ചു കയറുന്നുണ്ടാകാം. വീണ്ടും രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ 2016 ഇതേ ചതി, ഞാൻ അങ്ങനെ തന്നെ പറയും, രാജ്യത്തോട് ചെയ്ത ആളാണ് വിനേഷ് ഫോഗട്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ പക്ഷേ അതിനൊരു ചതിയായിട്ട് കണക്കാക്കുന്നില്ല. രാജ്യത്തോട് ചെയ്ത് ചതിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ചെയ്ത് ചതിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു പ്രൊഫഷണൽ ഫാൾട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഫാൾട്ട് ഒരു തവണ ക്ഷമിക്കാം, ഒരു തവണ പറ്റിയ ഒരു തവണ പറ്റി. പക്ഷേ അവർ അതിനകത്ത് വിജയിക്കില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. ആ നേട്ടത്തിലേക്ക് കയറാനായിട്ട് എന്ത് വഴി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ അന്വേഷിക്കും. ഏതായാലും അങ്ങനെ അന്വേഷിക്കുമ്പോഴേ ഒരു കായിക താരം ഒരു മത്സരത്തിന് ഒരു യുദ്ധമാണിത്, അതിന് പോകുമ്പോൾ എടുക്കേണ്ട അച്ചടക്കം ഒന്നും പാലിക്കുന്നതിൽ ഇവരത്ര ശുഷ്കാന്തി പുലർത്തുന്ന വനിതയല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് സംഭവിച്ചാണെങ്കിൽ അറിയാം. ഒളിമ്പിക്സ് എന്നാണ്, തൻ്റെ കാറ്റഗറി ഏതാണ്, അതിനുവേണ്ടി തനിക്ക് ക്വാളിഫിക്കേഷൻ കിട്ടാൻ തൻ്റെ വെയിറ്റ് എത്രയായിരിക്കണം എന്തൊക്കെ ഒരു താരത്തിനും അറിയാം. അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വെയിങ് മെഷീൻ വെച്ച് എല്ലാ ദിവസവും നോക്കിയാൽ അറിയാമല്ലോ. അങ്ങനെ കൃത്യമായി ഫോളോ ചെയ്യാതെ മത്സരത്തിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആയുധവും ഒടുവിൽ ആ കോറസിൻ്റെ കൂടെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കായിക താരമുണ്ടെങ്കിൽ ചിലപ്പോൾ രാജ്യത്തെ വഞ്ചിച്ചു എന്നും പറയേണ്ടി വരും. അപ്രിയ സത്യവും ചിലപ്പോൾ പറയേണ്ടി വരും. അതെ, അത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം ഇതൊരു വലിയ നേട്ടമാണല്ലോ. 140 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യം സംഭവിക്കാൻ സാധ്യത ഉള്ളായിരുന്നു ഒരു വനിത റെസ്ലർക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടാനായിട്ടുള്ള സാധ്യത. ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് വെള്ളി മെഡൽ ഉറപ്പായിരുന്നു. അവർ അയോഗ്യയായി മാത്രമാണ്. അതുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കേസാണ്. അയോഗ്യത ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെള്ളി മെഡലെങ്കിലും കിട്ടും. അതെ, യോഗ്യത കിട്ടി. അയോഗ്യതയായിരുന്നുവെങ്കിൽ വെയിറ്റ് ഓക്കെ ആയിരുന്നെങ്കിൽ അപ്പം തന്നെ വെള്ളി മെഡൽ ഓക്കെയാണ്. അതല്ലെങ്കിൽ സ്വർണ്ണ മെഡലിന് വേണ്ടി വീണ്ടും അവർക്ക് മത്സരിക്കുകയും സ്വർണ്ണ മെഡൽ നേടാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാധ്യത അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം കഴിവുള്ള ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഒരു വശത്തൂടെ തീർച്ചയായിട്ടും അവരെ കാണുന്നുണ്ട്. ഇതിൻ്റെ വർത്തമാനങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരത്തരത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗുസ്തി താരമാണ് എന്ന് നമ്മൾ കണക്കാക്കണം. ഏതായാലും നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമാകാവുന്ന ഒരു മുഹൂർത്തം, ഒരു സാധ്യതയായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ രീതിയോട് നമുക്ക് വിയോജിപ്പ് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു കരുവായി ഈ താരവും മാറുകയാണെങ്കിൽ താരത്തിൻ്റെ മുൻകാല ചരിത്രങ്ങൾ കൂടി ഇങ്ങനെ പറയാതിരിക്കാൻ തരമില്ല. യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ടിൻ്റെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഉണ്ടായിരുന്ന സമരങ്ങളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ്. അതാണ് ഇതിനെ പിന്തുടരുന്നത്. അപ്പോൾ അവർ വിജയിച്ചിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ വേറെ രീതിയിലുള്ള വർത്തമാനങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അത് വിവാദത്തിൻ്റെ ഒരു സൈഡ് എന്ന നിലക്ക് കാണുകയും
ഒരു കായിക താരത്തിൻ്റെ ഒരു എന്താണ് അവരുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ, വലിയൊരു സംഭാവനയുണ്ട് ശരിക്കും. അതെ. ആ സംഭാവനയിൽ ഇവർ വളരെ മികച്ച ഒരു സംഭാവന നമുക്ക് നൽകാനായിട്ട് പ്രാപ്തയുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ നമുക്ക് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും സങ്കടം നമുക്ക്. കലയും രാഷ്ട്രീയവും സംഗീതവും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കേണ്ടതാണ്, നിൽക്കണം, നിന്നേ പറ്റൂ. എങ്കിലേ അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാം. നിർഭാഗ്യവശാൽ അത്തരം രീതിയല്ല ഇപ്പോൾ കാണുന്നത്. അത്തരം പ്രവണതകളെ എതിർക്കാനുള്ള ഒരു തുടക്കം കൂടി ഒരുപക്ഷെ ഇതിലൂടെ ആരംഭിക്കുമെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞത് കലയും സംഗീതവും അതേപോലെ തന്നെ കായിക മേഖലയും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി നിന്നാൽ മാത്രമാണ് നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. അതൊരിക്കലും സംഭവിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.